ഇത് കാമാത്തിപുരത്തെ ബിംബിസാറിന്റെ കൊട്ടാരം. ഈ കൊട്ടാരത്തിലെ ഭടന്മാരുടെയും രാജാക്കന്മാരുടെയും മന്ത്രിമാരുടെയും വിളച്ചിലും അഹങ്കാരവും ഇവിടെ ആരംഭിക്കുന്നു. എന്റെ പൊന്നു ദൈവമേ, മണി 8 രാജ്യം ഭരിക്കേണ്ട ഒരു രാജാവിന്റെ കിടപ്പ് കണ്ടില്ലയോ? അറുക്കാനിട്ടിരിക്കുന്ന പോത്തിനെ പോലെ. കാമാറ്റിപുരത്തെ ബിംബിസാര മഹാരാജൻ ഒന്ന് ഉണർന്നാലും പള്ളി ഉറക്കം ഉണർന്നാലും അയ്യോ! നിന്നോട് നാം പലതവണ പറഞ്ഞിട്ടുണ്ട്, ഉറങ്ങിക്കിടക്കുന്ന എന്നെ ഉണർത്തണമെങ്കിൽ കുലുക്കി വിളിക്കണമെന്ന്. മര്യാദയ്ക്ക് കുലുക്കി വിളിക്കണ. ശരി രാജാവേ. കാമാറ്റിപുരത്തെ ബിംബിസാര ഉണർന്നാലും ഉണർന്നാലും മന്ത്രി രാവിലെ കയ്യും കാലും വിറയ്ക്കുന്നു. ഇന്നലെ അടിച്ചതിന്റെ ബാക്കി വല്ലതും ഇരിപ്പുണ്ടോ? ഇരിപ്പില്ല. പിന്നെ കിടപ്പുണ്ട്. എന്താന്ന്? അങ്ങനെ വെച്ച വാള്. അയ്യോ എന്റെ പൊന്നെ, തല വെട്ടി പൊളക്കണടേ. അയ്യോ, ഇങ്ങനെ വിഷമിച്ചിട്ട് കാര്യമില്ല രാജൻ. ഷെയറിടാമെങ്കിൽ ഒരു പൈൻ്റെ അടുത്ത് വെറും വയറ്റിൽ ഓരോന്ന് വെച്ച് കീറാം. ശരിയാ. തന്റെ കയ്യിൽ എത്രയുണ്ട്? എന്നാ ഞാൻ 50 ഇട്ടു. 50 50. ഇങ്ങ് വാ. എന്താ രാജൻ? ഇത് 50 രൂപയുണ്ട്. ബാക്കി കൂടെ ഇട്ട് 115ന്റെ ഒരു പൈന്റ് വാങ്ങിക്കൊണ്ട് വാ. വേഗം വാ. അത് രാജൻ, ബാക്കിക്ക് ഞാൻ എവിടെ മിണ്ടരുത്. കള്ള പുല്ലേ, പോയി വാങ്ങിച്ചോട്ടോടാ. നില്ല്. നീ എങ്ങനെയാ പോകുന്നത്? നടന്ന്. നടന്നൊക്കെ പോയ താമസിക്കില്ല നീ. പിന്നെ വാടിപ്പോടാ. അയ്യോ രാജൻ, ഇങ്ങനാണെങ്കിൽ ഞാൻ കളിക്കുന്നില്ല. എന്താ? ഞാനും അവനും അല്ലയോ ഷെയറിട്ടത്? രാജൻ, ഇത് മര്യാദകേടായി പോയി. നിങ്ങൾ ഷെയറിട്ടെങ്കിൽ ഞാനല്ലേടാ വെള്ളവും ഗ്ലാസും തരുന്നത്. എന്താ അതിനൊരു വിലയില്ലേ? അങ്ങേക്ക് രാജ്യകാര്യങ്ങളെ കുറിച്ച് വല്ല വിവരമുണ്ടോ? അതൊന്നും എനിക്കറിയണ്ടേ. താൻ എന്റെ കാര്യം വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാൻ ഞാൻ പറയാം. എന്നാ പിന്നെ ചോദിക്കാം. അങ്ങെന്താണ് ഇപ്പോൾ കുതിരസവാരിക്ക് പോകാത്തത്? മന്ത്രി, കുതിരപ്പുറത്തുള്ള സവാരി നാം അങ്ങ് നിർത്തി. അയ്യോ, അതെന്താ രാജൻ? ഏതോ കുരുത്തം കെട്ട പിള്ളേര് കുതിരയുടെ പുറത്ത് ഉണ്ടമുളക് കൊണ്ട് തേച്ചടേ. അന്ന് പുകഞ്ഞന്റെ ഊപ്പാട് വന്നടാ. മന്ത്രി, അതിന് പകരമായിട്ട് വിനോദം പകരുന്ന മറ്റേതെങ്കിലും കളികളുണ്ടോ? ഉണ്ട് രാജൻ, ഉണ്ട്. എന്താണത്? പറയൂ. എന്താണ്? ആര്? അയ്യോ, രാവിലെ ഓരോരുത്തന്മാരെ കൈ മെനക്കെടുപ്പിക്കാനായിട്ട് വന്ന് കയറും. നിക്കടവിടെ. ആടാ നീ? എന്താടാ കയ്യില്? അത് രാജൻ, ഞാൻ ഇവിടെ കൊട്ടാരത്തിൽ നിന്ന് ഒരു ചാക്കെടുത്ത്. ആ ചാക്കിനകത്ത് എന്താണ്? അത് ഈ കാറ്റത്ത് ചാക്ക് പറന്നു വരിക്കാൻ വേണ്ടി കുറച്ച് കിണ്ടിയും വിളക്കും സ്വർണ്ണ നാണയമൊക്കെ പറക്കിട്ടിരിക്കുന്ന, അല്ല വേറൊന്നുമില്ല. അയ്യോ പാവം ചെറുക്കൈ, തെറ്റിദ്ധരിച്ച്. പൊയ്ക്കോ. മന്ത്രി, താൻ കുറച്ചു ദിവസം ജയിലായിരുന്നു എന്ന് നാം കേട്ടു. എന്തായിരുന്നു കാര്യം? അത് സ്പീഡ് ബൈക്ക് ഓടിച്ചാണ് രാജൻ. എന്ത്? സ്പീഡിൽ ബൈക്ക് ഓടിച്ചു പോയാൽ ജയിൽ അടയ്ക്കുമോ? അസംഭവ്യം തന്നെ മന്ത്രി, അസംഭവ്യം. വഴിയാ പോകുന്ന പെണ്ണുങ്ങളെ മാല പൊട്ടിച്ചോണ്ട് പോയാൽ പിന്നെ ജയിലടയ്ക്കത്തില്ല. നിന്നെയൊക്കെ ജയിലല്ല, തൂക്കിക്കൊള്ളുക വേണ്ടത്. രാജൻ, രാവിലെ നല്ല പനിയായിരുന്നു. പനിയൊന്നും കൂട്ടാക്കിയില്ല, ഞാൻ അങ്ങ് കുളിച്ചു. കള്ളം പറയല്ലേ മന്ത്രി. എന്നിട്ട് തലയൊന്നും നനഞ്ഞില്ലല്ലോ. റെയിൻ കോട്ടിട്ടുണ്ട് കുളിച്ചാ പിന്നെ അങ്ങനെ നനയാനാ? ഇത്ര സമയമായിട്ടും നമുക്ക് കിട്ടേണ്ട ബെഡ് കോഫി ഇതുവരെ കിട്ടിയില്ല. മന്ത്രി, ആരെങ്കിലും വിട്ട് റാണി ഒന്ന് വിളിപ്പിക്കൂ. വേണ്ട രാജൻ, ഞാൻ തന്നെ പോയി റാണിയെ വിളിക്കാം. റാണി, ഇതുവരെ അകത്തെന്തെടുക്കുമായിരുന്നു? അത് പിന്നെ രാജൻ, നമ്മുടെ പൂജാമുറിയിൽ ഇരുന്ന ഹനുമാന്റെ ഫോട്ടോ കാണുന്നില്ല. ഞാൻ അത് തപ്പുകയായിരുന്നു. സോറി റാണി, ഞാൻ ഇന്നലെ അതെടുത്ത് കൊടുത്തു. എന്തിന്? എനിക്ക് പാസ്പോർട്ടിനായി അപേക്ഷിക്കാൻ. റാണി, എവിടെ നമുക്ക് കിട്ടേണ്ട ബെഡ് കോഫി? കാപ്പി കൂട്ടണമെങ്കിലേ കാപ്പിപ്പൊടിയും പഞ്ചസാരയൊക്കെ വേണം. എങ്ങനെ 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 എങ്ങനെ? അല്ലയോ മഹാരാജൻ, കാപ്പിപ്പൊടിയില്ല, പഞ്ചസാരയാണേ തീരെയില്ല. അല്ലയോ മഹാരാജൻ, കാപ്പിപ്പൊടിയില്ല, പഞ്ചസാരയാണേ തീരെയില്ല. എന്ത്? അത്രയ്ക്ക് ധിക്കാരമോ? കാപ്പിപ്പൊടിയിലെ പഞ്ചസാരയിലെ അയലത്തെ വീട്ടിന്ന് വാങ്ങിക്കൂടെ? കാപ്പിപ്പൊടിയിലെ പഞ്ചസാരയിലെ അയലത്തെ വീട്ടിന്ന് വാങ്ങിക്കൂടെ? ഈ മെനിൽ ഇതുപോലെ കോപ്പിലെ വർത്താനം രാജാവ് എന്നോട് പറഞ്ഞുകൂടാ. അങ്ങയുടെ മകൻ കൊട്ടാരത്തിന്റെ പുറകിൽ ഇരുന്ന് അശ്ലീല പുസ്തകങ്ങൾ വായിക്കുന്നു. ആരടാ എന്റെ അലമാര തുറന്നിട്ടത്? കള്ള പുല്ല്. അയ്യോ, ഈ എരണം കെട്ട ചെറുക്കം കാരണം എന്റെ അടിപൊളി കളക്ഷൻസാ നഷ്ടമായത്. റാണി, നമുക്ക് അതിർമയത്തിനുള്ള അല്ലെ അമൃതത്തിനുള്ള നേരമായി. വരൂ, നമുക്ക് ഇത്തിരി അതിർമയത്ത് എടുത്ത് തരൂ. ആരുടെ മേത്ത്? അതല്ലടി, അമൃതത്തെന്ന്.
അമൃതയത്ത് കുറച്ച് പഴങ്ങഞ്ഞി ഇരിപ്പുണ്ട്, വേണമെങ്കിൽ എടുത്ത് നക്ക് പോ. ശരി ശരി, നാം ഇതാ വിട കൊള്ളുന്നു. നിൽക്കവിടെ, കുറച്ച് എനിക്കും കൂടെ വെച്ചേക്കണം. കഷ്ടം, പഴങ്കഞ്ഞിയിലും പാതി ചോദിക്കണടാ എണ്ണം കെട്ടോനെ. നീ എന്ന് കുണം പിടിക്കൂലടാ. ഹോ, ശല്യം ഒഴിഞ്ഞു. ഹ, എന്റെ റാണി. എന്റെ മന്ത്രി, അങ്ങയോട് സംസാരിക്കുമ്പോൾ എനിക്ക് കുളിര് കോരുന്നു. അത്രയ്ക്ക് മധുരമാണോ എന്റെ വാക്കുകൾക്ക്? ഏയ് അതുകൊണ്ടല്ല, പിന്നെ വായിന്ന് പച്ച തുപ്പൽ എറിച്ച ആർക്കാണ് മന്ത്രി കുളിര് കോരാത്തത്? മണലുമാരി എറിയും പോലെയാ വായിന്ന് തുപ്പൽ വന്ന് വീഴുന്നത്. ആ മന്ത്രി, കാട്ടുമൂപ്പൻ കൊണ്ടുവന്ന മധുരക്കിഴങ്ങുകൾ എവിടെ? കിഴങ്ങ് കൊണ്ടുവന്നു എനിക്കറിയത്തില്ല. മധുരന്ന് കുറെ കിഴങ്ങന്മാരവിടെ നിൽപ്പും. അങ്ങയുടെ ജന്മദിനമെന്നാ? ഏപ്രിൽ 1-ാം തീയതി. ഏത് വർഷം? എല്ലാ വർഷവും. അങ്ങ് എത്ര കാലമായി ഇവിടെ ജോലി ചെയ്യുന്നു? എന്റെ മുത്തച്ഛന്റെ കാലം തൊട്ടേ ഞങ്ങൾ ഇവിടുത്തെ മന്ത്രിമാരാ. എന്താ മുത്തച്ഛന്റെ പേര്? ബ്യൂട്ടിഫുൾ അണ്ടർവെയർ. ബ്യൂട്ടിഫുൾ അണ്ടർവെയറോ? അതെ, സുന്ദർ ഷെട്ടി. ആ മന്ത്രി, അങ്ങ് ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിഞ്ഞാൽ ബോറടിക്കില്ലേ? ആര് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണെന്ന്? പിന്നെ എന്റെ വീട്ടിൽ കഞ്ഞി വെക്കാൻ വരുന്ന ശാന്തി ഉള്ളപ്പോൾ ഞാൻ എന്തിനു ബോറടിക്കണം? ഞാൻ കഞ്ഞി വെക്കും, ശാന്ത കറി വെക്കും, നാട്ടുകാർ മധുരയിലൊരക്കും. ആ വകയിൽ എനിക്ക് 2 കുട്ടികളും ഉണ്ട്. അപ്പോ നിങ്ങളെന്നെ പറ്റിക്കായിരുന്നു അല്ലേ? ഒരിക്കലുമില്ല. റാണിയെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ഒരു ദിവസം റാണിയെ ഞാൻ കൊണ്ടുപോകും. എവിടേക്ക്? ഏതെങ്കിലും ഒരു കൂതറ ലോഡ്ജിലേക്ക്. മന്ത്രി, നമ്മുടെ ബന്ധം രാജാവ് അറിഞ്ഞാൽ? ഒരിക്കലും അറിയില്ല. അതിനുള്ള ഒരു വഴിയുമായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്ത് വഴി? ദേ, ഇത് കണ്ടോ? എന്താ ഇത്? രാജാവിന് ദുബായിലേക്കുള്ള ഒരു വിസയാണ്. എത്രയും വേഗം രാജാവിനെ നമ്മൾ കയറ്റി അയക്കുന്നു. സംശയം മൂത്ത് നായാട്ടിന് പോലും പോകാതെ കൊട്ടാരത്തിൽ അടയിരിക്കുന്ന അയാള് ഇതിന് സമ്മതിക്കുമോ? ആ രാജഗുരു പറഞ്ഞാൽ രാജാവ് സമ്മതിക്കാതിരിക്കില്ല. ഗുരുവിന് ഞാൻ ആളെ അയച്ചിട്ടുണ്ട്. ഹോ, ഈ മുക്കുവനെ സമ്മതിക്കണം. ആരാണ് നിന്റെ മുക്കുവൻ? സോറി, മന്ത്രി മുഖ്യനെ സമ്മതിക്കണമെന്ന്. ആ, അല്ല, എന്താ മന്ത്രിയുടെ കയ്യിൽ? ഇതൊരു ക്യാമറ ഫോണാ. രാജാവിനുള്ള വിസയ്ക്കൊപ്പം കൂട്ടുകാരൻ അയച്ചു തന്നതാ. റാണി ഇങ്ങോട്ട് അടുത്ത് നിന്നേ, ഞാൻ റാണിയുടെ ഒരു ഫോട്ടോ എടുക്കട്ടെ. ശോ, എനിക്ക് പേടിയാ, ആരെങ്കിലും കാണും. ആരും കാണില്ല, ഞാനല്ലേ പറയുന്നത്. വേണ്ട, എനിക്ക് നാണമാ. എന്തിനാ നാണിക്കുന്ന ചെക്കനെ? എനിക്ക് അങ്ങോട്ട് വരാമോ എന്തോ? ശോ, നാശം, ഒരു മൂടായി വന്നതായിരുന്നു, ഇടയ്ക്ക് കയറി വന്ന് നശിപ്പിച്ച്. ആ കാമാത്തിപുരത്തെ ബിംബസാര മഹാരാജാവും കൊട്ടാരൻ രാജഗുരുവും നീണ്ട നാളത്തെ ലീവിന് ശേഷം ഇതാ ആകെ കെട്ടിയെടുത്തോണ്ട് വരണെന്ന്. തോഴുമാരായി ഇവിടെ. ഇനിമേലിൽ ഞാൻ ലീവെടുക്കില്ല. പിന്നെ ഞാനൊരു റൂം എടുക്കും. കേട്ടോ മന്ത്രി, ഞാൻ ആശ്രമത്തിൽ ചെന്നപ്പോൾ ഇദ്ദേഹം ഇരുന്ന് ജ്യോതിഷം നോക്കുമായിരുന്നു. പോരാജൻ കളം വരച്ച് കല്ല് കളിക്കാനും സമ്മതിക്കില്ല. കല്ല് കളിച്ചതായിരുന്നു. ഗുരു, അങ്ങ് എന്തിനാ ഇത്രയും ദീക്ഷ വളർത്തിയിരിക്കുന്നത്? എന്റെ റാണി ഇത് ദീക്ഷ വളർത്തിയതല്ല, പിന്നെ കടന്നൽ കൂട് വെച്ചിരിക്കുന്നതല്ലേ. ഗുരു രാവിലെ വല്ലതും കഴിച്ചോ? രാവിലെ ആശ്രമത്തിൽ ഒരു ചിക്കൻ ഫ്രൈ കഴിച്ചതാ. വളിച്ച പഴങ്കഞ്ഞി കഴിച്ചിട്ട് കള്ളം പറയുന്നോ? കള്ളം മരമാക്കി. റാണി അങ്ങ് സുന്ദരിയായിരിക്കുന്നല്ലോ. എന്താ ഇതിന്റെ രഹസ്യം? വിവാഹത്തിന് മുമ്പ് ഗുരു എന്നെ കണ്ടിട്ടില്ലല്ലോ. ഇതിലും സുന്ദരിയായിരുന്നു. നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? ചില പയ്യന്മാരുടെ മൊബൈൽ. പക്ഷെ കൂടെയുള്ള ആളിന്റെ കയ്യും കാലും മാത്രമേ കാണാൻ പറ്റിട്ടുള്ളൂ. ആരാ റാണി? രാജാവാണോ? പോടാവിടുന്ന് ഞാനങ്ങല്ല. ഗുരു, അങ്ങ് ഭയങ്കര ഭക്തനാണല്ലേ? എന്താ രാജൻ? അങ്ങയുടെ ദേഹമാസകലം ഭസ്മം കൊണ്ട് വരച്ചിരിക്കുകയല്ലേ? അയ്യോ, ഇത് ഭസ്മം കൊണ്ട് വരച്ചിരിക്കുന്നതല്ല. പിന്നെ ആശ്രമത്തിൽ ഭയങ്കര പാറ്റശല്യം. അതുകൊണ്ട് ദേഹം മുഴുവൻ ലക്ഷ്മണരേഖ വരച്ചേക്കുമല്ലേ. ഗുരു, നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന രാജന് പോകാനുള്ള ഫ്ലൈറ്റ് അതിന്റെ പാട്ടിന് പോകും. രാജൻ റെഡിയാവും. കണ്ടോ ഗുരു, എന്നെ പറഞ്ഞു വിടാനുള്ള അവന്റെ ഉത്സാഹം കണ്ടോ? ഇല്ല, ഞാൻ ഗൾഫിൽ പോകുന്നില്ല. കാരണം ഫ്ലൈറ്റ് കയറാൻ എനിക്ക് പേടിയാടേ. യാത്രക്കിടയിൽ വിമാനമെങ്ങാനും തകർന്ന് വീണ? പേടിക്കണ്ട രാജൻ, അതിനൊക്കെ വഴിയുണ്ട്. എന്ത് വഴി? വേണ്ടേ, ഇത് കണ്ട. എന്താ ഗുരു ഇത്? ഇതാണ് പാരച്യൂട്ട്. ഇതെന്തിനാ? പറഞ്ഞുതരാം. യാത്രക്കിടയിൽ വിമാനത്തിന് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഇത് തോളത്തേക്ക് ഇടുക, എന്ന് താഴേക്ക് അങ്ങ് ചാടണം. എന്നിട്ട് താഴേക്ക് ചാടി 2 മിനിറ്റ് കഴിയുമ്പോ ഈ ചുമന്ന മട്ടൻ അമർത്തണം. അപ്പോൾ ഇത് കുട പോലെ അങ്ങ് നിവരും. പിന്നെ സാവധാനം പരിക്കുകളൊന്നുമില്ലാതെ രാജൻ ഭൂമിയിലെത്തും. അങ്ങനെയാണോ? കൊള്ളാമല്ലോ സാധനം. പക്ഷെ ഗുരു, റാണിയും മന്ത്രിയും കൊട്ടാരത്തിലുള്ളപ്പോൾ ഞാൻ എങ്ങനെ ദുബായിലേക്ക് പോകും? എനിക്ക് റാണിയെ ഒട്ടും വിശ്വാസമില്ല. അതിന് വഴിയുണ്ട്. എന്താണ് ഗുരു? വേഗം പറയൂ. കിട്ടിപ്പോയി രാജൻ, കിട്ടിപ്പോയി. ഈ മാല കണ്ടോ? ഇത് അങ്ങ് റാണിയുടെ കഴുത്തിൽ അണിയിച്ചാൽ രാജാവല്ലാതെ വേറെ ആർക്കും റാണിയുടെ ദേഹത്ത് സ്പർശിക്കാൻ കഴിയില്ല. സ്പർശിച്ചാൽ 1000 കൂരമ്പുകൾ വന്ന്
റാണിയെ തൊടുന്നവന്റെ ദേഹത്ത് തറയ്ക്കും. സത്യമാണോ ഗുരു? വിശ്വാസമില്ലല്ലേ? ഇപ്പോൾ തെളിയിച്ചു തരാം. ആ മാല റാണിയുടെ കഴുത്തിൽ കെട്ടു. ശരി. ആ മന്ത്രി, ഇനി റാണിയെ ഒന്ന് തൊടൂ. എനിക്കൊന്നും വയ്യ. അയ്യോ മന്ത്രി, അങ്ങനെ പറയരുത് പ്ലീസ്. തൊടൂ. നിർബന്ധിക്കരുത്, എനിക്ക് വയ്യ. ധൈര്യമായിട്ട് തൊടൂ മന്ത്രി. ഒന്ന് പോടവണ്ടി അവിടുന്ന്. എനിക്ക് ആരെ തൊടണ്ടായേ. സമാധാനമായി. ഇനി എനിക്ക് സമാധാനമായി ഗൾഫിലേക്ക് പോകാം. ആ റാണി, നാം പോയി വരട്ടെ. ശരി ഗുരു, ഇനി നമുക്ക് 2 വർഷം കഴിഞ്ഞ് കാണാം. പോയി വിജയിച്ചു വരൂ രാജൻ, വിജയിച്ചു വരൂ. മാന്യമഹാജനങ്ങളെ, നീണ്ട 2 വർഷത്തിന് ശേഷം ഗൾഫ് ജീവിതവും കഴിഞ്ഞ് ബിംബസാര മഹാരാജൻ കാമാട്ടിപുരം കൊട്ടാരത്തിലേക്ക് ഇതാ വലിഞ്ഞു കയറി വരുന്നേ. മന്ത്രി, മാലയും ബൊക്കെയൊക്കെ റെഡിയാക്കി വെക്ക്. റാണി നോക്കി നിൽക്കാതെ രാജാവിന് ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കണം. അയ്യോ അമ്മേ, എന്നെ കൊല്ലുന്നേ, എന്നെ തല്ലി കൊല്ലുന്നേ. രാജൻ, അങ്ങ് എന്തിനാണ് എന്നെ തല്ലുന്നത്? എടാ കുരുവ, ആ, നീ എന്റെ ഭാര്യയ്ക്ക് കൊടുത്തതുപോലെ ഒരു മാല നീ ആ അറബിയുടെ ഭാര്യയ്ക്ക് കൊടുത്തു അല്ലേ? കൊടുത്തു. എന്താ രാജൻ? നോക്കടാ നോക്ക്, എന്റെ പുറത്തിപ്പോ അമ്പുകളുടെ സംസ്ഥാന സമ്മേളനമാണടാ.